മൊഡ്യൂൾ 4 കമ്പനി മാനേജ്മെൻറ്റ്. മൊഡ്യൂൾ 4ൻ്റെ സെക്കൻഡ് യൂണിറ്റ് ആണിത്. ഇതിൽ നമ്മൾ കമ്പനി മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എ കമ്പനി is an artificial person and it cannot act by himself. Therefore, it must act through some human agency. The shareholders elect their representatives to manage the affairs of a company, and these representatives are termed as directors. Collectively, they form a board which is termed as board of directors. അപ്പോൾ കമ്പനി എന്ന് പറയുന്നത് ഒരു പേഴ്സൺ അല്ല, ഇറ്റ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ അല്ലേ. അതിന് കമ്പനിക്ക് ഒരിക്കലും തനിയെ ആക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റീസ് തനിയെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കമ്പനി എന്ന് നമ്മൾ പറയുമ്പോൾ അത് അവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ഹ്യൂമൻ ബീയിങ്സ് ആണ്. ദെൻ അവിടെ ഷെയർ ഹോൾഡേഴ്സാണ് അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിന് എലക്ട് ചെയ്യുന്നത്. ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും കമ്പനിയുടെ അഫെയർസ് മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് റെപ്രസെൻറ്റേറ്റീവ്സിനെ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും എലക്ട് ചെയ്യുന്നുണ്ട്. അവരെയാണ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ റെപ്രസെൻറ്റേറ്റീവ്സിനെയാണ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇവർ ഒരു ബോർഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഷെയർ ഹോൾഡേഴ്സിന് ഇങ്ങനെ ഡയറക്ടേഴ്സിൻ്റെ ഒരു ബോർഡുണ്ട്. ഈ ബോർഡിനെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഹൂ ഇസ് എ ഡയറക്ടർ, അതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. ദ കമ്പനീസ് ആക്ട് 2013 സിംപ്ലി സ്റ്റേറ്റ്സ് ദാറ്റ് ഡയറക്ടർ മീൻസ് എ ഡയറക്ടർ അപ്പോയിൻറ്റഡ് ടു ദ ബോർഡ് ഓഫ് എ കമ്പനി. സെക്ഷൻ 2 സബ്സെക്ഷൻ 34. ഓക്കെ, സെക്ഷൻ 2 സബ്സെക്ഷൻ 34 കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച് ഡയറക്ടർ എന്ന് പറയുന്നത് കമ്പനി അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാണ്. ഓക്കെ, അല്ലെങ്കിൽ അവർക്കൊരു ബോർഡുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് ഡയറക്ടർ എന്ന് പറയുന്നത്. ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വിച്ച് ഡിറ്റർമൈൻസ് വെദർ ദ പേഴ്സൺ ഇസ് ഓർ ഇസ് നോട്ട് എ ഡയറക്ടർ ഇസ് ടു റെഫർ ടു ദ നേച്ചർ ഓഫ് ഓഫീസ് ആൻഡ് ഇറ്റ്സ് ഡ്യൂട്ടീസ്. ഒരു പേഴ്സണെ ഡയറക്ടർ എന്നുള്ള രീതിയിൽ വിളിക്കുന്നത് അല്ലെങ്കിൽ അവരെ ഡയറക്ടർ ആക്കുന്നത് അവരവിടെ ചെയ്യുന്ന ഡ്യൂട്ടീസും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഡ്യൂട്ടീസിൻ്റെ നേച്ചറും അനുസരിച്ചാണ്. It is not matter by what name he is called. If he performs the functions of director, he will be termed as a director in the eyes of law. നമ്മൾ പറഞ്ഞു അവർ ചെയ്യുന്ന ഫംഗ്ഷൻസിനനുസരിച്ചാണ്. അപ്പോൾ ഒരു ഡയറക്ടർ ചെയ്യേണ്ട ഫംഗ്ഷൻസൊക്കെ അവർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ പേഴ്സണെ ഡയറക്ടർ എന്ന് വിളിക്കാം. So, therefore, a director may be defined as a person having control over the direction, conduct, management or superintendence of the affairs of a company. ഒരു കമ്പനിയുടെ ഡയറക്ഷനിലും കണ്ടക്ട്, അതായത് അവിടെ നടക്കുന്ന ബാക്കിയുള്ള ആക്ടിവിറ്റീസിലും മാനേജ്മെൻറ്റിലും ഒരു പേഴ്സണിന് കൺട്രോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ അതിലെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ പേഴ്സണെ ഡയറക്ടർ എന്ന് വിളിക്കാം. ദെൻ പിന്നെ പറയുന്നത് എന്താണ്? No body, corporate, association or firm shall be appointed as a director of a company and only an individual shall be so appointed. ഒരു പേഴ്സണെ മാത്രമേ നമ്മൾക്ക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുള്ളൂ. ഒരു കോർപ്പറേറ്റിനെയോ അല്ലെങ്കിൽ ഒരു അസോസിയേഷനെയോ ഒരു ഫേമിനെയോ നമ്മൾക്ക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. നെക്സ്റ്റ് പറയുന്നതാണ് നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്. എ കമ്പനി ഹാവ് എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. സെക്ഷൻ 149 അനുസരിച്ച് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. Every company shall have a board of director consisting of individuals as director and shall have, താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമ്പേഴ്സ് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഡിവിജ്വലിന് മാത്രമേ ഒരു ഡയറക്ടർ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എത്ര ഇൻഡിവിജ്വൽസ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് താഴെ പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് എ മിനിമം നമ്പർ ഓഫ് 3 ഡയറക്ടർ ഇൻ എ കേസ് ഓഫ് പബ്ലിക് കമ്പനി, 2 ഡയറക്ടർ ഇൻ എ കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനി ആൻഡ് 1 ഡയറക്ടർ ഇൻ കേസ് ഓഫ് 1 പേഴ്സൺ കമ്പനി. അപ്പോൾ പബ്ലിക് കമ്പനീനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം 3 ഡയറക്ടറെങ്കിലും അവരുടെ കമ്പനി ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമാണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ 2 ഡയറക്ടർ, ദെൻ 1 പേഴ്സൺ ഒരു കമ്പനിയായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പേഴ്സൺ സിംഗിളായിട്ടാണ് ആ ഒരു കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിൽ അവിടെ 1 ഡയറക്ടറാണ് ആവശ്യമുള്ളത്. ദെൻ പിന്നെ പറയുന്നത് എ മാക്സിമം ഓഫ് 15 ഡയറക്ടേഴ്സ്. എ കമ്പനി മേ അപ്പോയിൻറ്റ് മോർ ദാൻ 50 ഡയറക്ടർ ആഫ്റ്റർ പാസിംഗ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ. അപ്പോൾ മിനിമം ഡയറക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. പബ്ലിക് കമ്പനിയുടെ കേസിൽ 3, പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ 2 ആൻഡ് 1 പേഴ്സൺ കമ്പനിയുടെ കേസിൽ 1 ഡയറക്ടർ. ഇനി മാക്സിമം നമ്പർ പറയുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം 15 ഡയറക്ടേഴ്സാണ് ഒരു കമ്പനിയിൽ പാടുള്ളൂ. ദെൻ ഇൻ കേസ് 15 ഡയറക്ടേഴ്സിൽ കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഡയറക്ടേഴ്സിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. നെക്സ്റ്റ് കോമ്പോസിഷൻ ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കോമ്പോസിഷൻ അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം.
Companies Act 2013 has made significant changes regarding the composition of board of directors of companies. അപ്പോൾ കമ്പനീസ് ആക്ട് 2013 കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് കോമ്പോസിഷനിൽ. അതൊക്കെ എന്താണെന്നുള്ളത് താഴെ പറയുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് ദ ഗവൺമെൻറ് ഇസ് എംപവേർഡ് ടു പ്രിസ്ക്രൈബ് എ ക്ലാസ് ഓർ ക്ലാസസ് ഓഫ് കമ്പനീസ് വിച്ച് ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് വൺ വുമൺ ഡയറക്ടർ. അപ്പോൾ ചില കമ്പനികൾ അല്ലെങ്കിൽ ചില ക്ലാസസ് ഓഫ് കമ്പനീസിൽ ഗവൺമെൻറ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് വൺ വുമൺ ഡയറക്ടർ എങ്കിലും വേണം എന്നുള്ളത്. ഓക്കെ, ചില ഒരു സ്പെഷ്യൽ കമ്പനീസിലാണ്, എല്ലാ കമ്പനീസിൻ്റെ കാര്യമല്ല പറയുന്നത്, ചില ക്ലാസസ് അല്ലെങ്കിൽ ചില ക്ലാസ് ഓഫ് കമ്പനീസിൽ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ചില കമ്പനീസിൽ അറ്റ്ലീസ്റ്റ് വൺ വുമൺ ഡയറക്ടർ എങ്കിലും വേണം. ദെൻ എവറി കമ്പനി ഷാൽ ഹാവ് അറ്റ്ലീസ്റ്റ് വൺ ഡയറക്ടർ ഹു ഹാസ് സ്റ്റേക്ഡ് ഇൻ ഇന്ത്യ for a total period of not less than 182 days in a previous calendar year. അപ്പോൾ എല്ലാ കമ്പനിയിലും അറ്റ്ലീസ്റ്റ് വൺ ഡയറക്ടർ എങ്കിലും വേണം. എവറി കമ്പനി ഷാൽ ഹാവ് അറ്റ്ലീസ്റ്റ് വൺ ഡയറക്ടർ. എല്ലാ കമ്പനിക്കും ഒരു ഡയറക്ടർ മിനിമം വേണം. ദെൻ അയാൾ പ്രീവിയസ് കലണ്ടർ ഇയേഴ്സിൽ 182 ഡേയ്സ് 182 ഡേയ്സ് അവർ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് പ്രീവിയസ് ഇയർ നമ്മളിപ്പോൾ റൺ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഇയർ അല്ല, അതിന് മുൻപുള്ള ഇയേഴ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മിനിമം അവർ 182 ഡേയ്സ് എങ്കിലും ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുള്ള ആളായിരിക്കണം. ദെൻ തേർഡ് പോയിന്റ് പറയുന്നത് എവറി ലിസ്റ്റഡ് കമ്പനി ഷാൽ ഹാവ് അറ്റ്ലീസ്റ്റ് 1/3 ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ആസ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. അപ്പോൾ എല്ലാ ലിസ്റ്റഡ് കമ്പനീസിലും, ലിസ്റ്റഡ് പബ്ലിക് കമ്പനീസ് അതായത് ഗവൺമെൻറ് കമ്പനീസിലും ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പബ്ലിക് കമ്പനീസിൻ്റെ കാര്യത്തിൽ അവരുടെ ടോട്ടൽ ഡയറക്ടേഴ്സിൽ അറ്റ്ലീസ്റ്റ് 1/3 എങ്കിലും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. ആൻഡ് ദ സെൻട്രൽ ഗവൺമെൻറ് മേ പ്രിസ്ക്രൈബ് ദ മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഇൻ കേസ് ഓഫ് ക്ലാസ് ഓർ ക്ലാസസ് ഓഫ് പബ്ലിക് കമ്പനീസ്. ദെൻ സെൻട്രൽ ഗവൺമെൻറ് ചില റെസ്ട്രിക്ഷൻസ് പറയുന്നുണ്ട്. മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറുടെ കേസിൽ ചില ക്ലാസസ് ഓഫ് കമ്പനിയിൽ, ചില ക്ലാസസ് ഓഫ് പബ്ലിക് കമ്പനീസിൻ്റെ കേസസിൽ സെൻട്രൽ ഗവൺമെൻറ് ചില പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്സ് പറയുന്നുണ്ട്. എനി ഫ്രാക്ഷൻ കണ്ടെയ്ൻഡ് ഇൻ സച്ച് 1/3 നമ്പർ ഷാൽ ബി റൗണ്ടഡ് ഓഫ് ആസ് 1. ഇനി ഫ്രാക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് 1 ആയിട്ട് എടുക്കാം എന്നുള്ളതാണ്. പോയിൻ്റ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ആ പെർസെൻറ്റേജ് എടുക്കുമ്പോൾ 1/3 എന്നുള്ളത് എടുക്കുമ്പോൾ 1/3 അല്ലേ, അത് എടുക്കുമ്പോൾ അവിടെ ഫ്രാക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കതിന് ലാസ്റ്റ് വരുന്ന ഡിജിറ്റിനെ 1 ആയിട്ട് കൂട്ടാം എന്നുള്ളതാണ് പറയുന്നത് നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്താണെന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സിൽ 1/3 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണം എന്നുള്ളത് പറഞ്ഞു. ഇനി ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഉള്ളത് കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നതെന്നാണ് താഴെ പറയുന്നത്. The Act provides detailed norms regarding the category of directors called independent directors. An independent director in relation to a company means a director other than managing director or whole-time director or nominee director. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് ആ കമ്പനിയിലെ മാനേജിങ് ഡയറക്ടർ അല്ല, അതുപോലെ തന്നെ ഹോൾ ടൈം ഡയറക്ടർ, ഫുൾ ടൈം ആ കമ്പനിയിൽ ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യുന്ന ആളുമായിരിക്കരുത്, അതുപോലെ തന്നെ നോമിനി ഡയറക്ടറും ആയിരിക്കരുത്. ഈ മൂന്നും അല്ലാതെ വരുന്ന ഡയറക്ടറിനെയാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. മാനേജിങ് ഡയറക്ടർ ആയിരിക്കരുത്, ഹോൾ ടൈം ഡയറക്ടർ ആയിരിക്കരുത്, ദെൻ നോമിനി ഡയറക്ടറും ആയിരിക്കരുത്. ദെൻ ഹു in the opinion of board is a person of integrity and possesses relevant experience and expertise. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ അവർക്ക് ഷുഡ് ഹാവ് എൻ ഇൻറ്റഗ്രിറ്റി ഉള്ളതായിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു ബോർഡിൻ്റെ വർക്കിങ്ങിലും അതുപോലെ തന്നെ കമ്പനിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലും റെലവൻ്റ് ആയിട്ടുള്ള എക്സ്പെർട്ടൈസും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, ദെൻ എക്സ്പെർട്ടൈസ് എന്ന് പറയുമ്പോൾ അതുമായിട്ട് അതിനെക്കുറിച്ചുള്ള നോളജ് ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ഹു ഈസ് ഓർ വാസ് നോട്ട് എ പ്രൊമോട്ടർ ഓഫ് ദ കമ്പനി ഓർ ഇറ്റ്സ് ഹോൾഡിംഗ് സബ്സിഡിയറി ഓർ അസോസിയേറ്റ് കമ്പനി. അപ്പോൾ പിന്നെ പറയുന്നതാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് ആ കമ്പനിയുടെ സബ്സിഡിയറി കമ്പനിയോ അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനിയുടെയോ പ്രൊമോട്ടർ ആകരുത്. ഓക്കെ, പ്രൊമോട്ടർ ആയിട്ടുള്ളവരാകരുത്. ഇറ്റ്സ് നോട്ട് എ പ്രൊമോട്ടർ ഓഫ് ദ കമ്പനി ഓർ ഇറ്റ്സ് ഹോൾഡിംഗ് കമ്പനി ഓർ സബ്സിഡിയറി ഓർ അസോസിയേറ്റ് കമ്പനി. ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുമ്പോൾ ഹെഡ് കമ്പനിയാണ്. സബ്സിഡിയറി കമ്പനി എന്ന് പറയുമ്പോൾ അതിൻ്റെ കീഴിൽ വരുന്ന ചെറിയ ചെറിയ കമ്പനികളാണ്. അസോസിയേറ്റ് കമ്പനി എന്ന് പറയുമ്പോഴും അതിന് താഴെ വരുന്ന കമ്പനികളാണ്. അപ്പോൾ ഇതിൽ മൂന്നിലും പ്രൊമോട്ടർ അല്ലാത്ത ഒരു പേഴ്സൺ ആയിരിക്കണം ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. Then who is not related to promoters or directors in a company, its holding subsidiary or associate company. Is not related to.
നേരത്തെ പറഞ്ഞു ഹു ഇസ് ഓർ വാസ് നോട്ട് എ പ്രൊമോട്ടർ ആയിരിക്കരുത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് നോട്ട് റിലേറ്റഡ് ടു പ്രൊമോട്ടേഴ്സ് ഓർ ഡയറക്ടേഴ്സ്. പ്രൊമോട്ടേഴ്സും ഡയറക്ടേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരും ആവരുത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് who has or had no pecuniary relationship with the company, its holding subsidiary or associate company, or their promoters or directors during the 2 immediately preceding financial years or during the current financial year. അപ്പോൾ നമ്മളുടെ കമ്പനീനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയർ, അതായത് നമ്മൾക്കറിയാം ഫിനാൻഷ്യൽ ഇയർ ഒരു 1 ഇയർ ഉണ്ടാവും. ദെൻ ആ ഫിനാൻഷ്യൽ ഇയർ നോക്കുമ്പോൾ അതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള 2 ഫിനാൻഷ്യൽ ഇയറുകളിലും അതുപോലെ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ട് ഫിനാൻഷ്യൽ ഇയറും അതും അതിന് മുൻപുള്ള 2 ഫിനാൻഷ്യൽ ഇയറിൽ പോലും ആ കമ്പനിയും കമ്പനിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടും അതുപോലെ അതായത് ഡയറക്ടേഴ്സായിട്ടോ ആ കമ്പനിയായിട്ടോ കമ്പനിയുടെ സബ്സിഡിയറി ആയിട്ടോ അസോസിയേറ്റ് കമ്പനിയായിട്ടോ പ്രൊമോട്ടേഴ്സോ ആയിട്ടോ ഒരു റിലേഷൻഷിപ്പും ഇല്ലാത്ത രീതിയിലുള്ള ആൾക്കാരായിരിക്കണം, പേഴ്സൺ ആയിരിക്കണം ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് none of whose relatives has or had a pecuniary relationship or transaction with the company, its holding subsidiary or associate company, or their promoters or directors during the 2 immediately preceding financial year during the current financial year. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമ്മുടെ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലോ അതോ അതിന് മുൻപുള്ള 2 ഫിനാൻഷ്യൽ ഇയറിലും ഈ കമ്പനി ഈ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്ന പേഴ്സൺ കമ്പനിയായിട്ടോ കമ്പനിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസായിട്ടോ ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പും ഉണ്ടാകരുത് എന്ന് പറഞ്ഞു. ഈ ഒരു പോയിന്റിൽ പറയുന്നത് അവരുടെ റിലേറ്റീവ്സായിട്ട് പോലും റിലേഷൻഷിപ്പ് ഉണ്ടാകരുത്. അതുപോലെ തന്നെ ഒരു ട്രാൻസാക്ഷൻസിലും ഈ കഴിഞ്ഞ 2 ഫിനാൻഷ്യൽ ഇയറും അതുപോലെ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ ഇയറിലും ആ കമ്പനിയായിട്ട് യാതൊരു രീതിയിലുള്ള ട്രാൻസാക്ഷൻസിലും ഇൻവോൾവ് ചെയ്യാത്ത ആളായിരിക്കണം ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. ഓക്കെ. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഹു നെയ്തർ ഹിംസെൽഫ് ഓർ നോർ എനി ഓഫ് ഹിസ് റിലേറ്റീവ്സ്. ഓക്കെ. അപ്പോൾ അവർ തനിയെ അതുപോലെ തന്നെ അയാൾ ആ ഒരു കമ്പനിയായിട്ടോ അതുപോലെ തന്നെ കമ്പനിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിൻ്റെ റിലേറ്റീവായിട്ടോ ഇരിക്കുന്ന ഒരാളാവരുത്. ഓക്കെ. അതിന് താഴെ കുറച്ച് പോയിൻറ്റ്സ് പറയുന്നുണ്ട്. holds or has held the position of a key managerial personnel or has been employee of the company or its holding subsidiary or associate company in any of the 3 financial years immediately preceding the financial year in which he is proposed to be appointed. അപ്പോൾ ഈ ആളെ ഒരു പേഴ്സണെയാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് വെക്കുന്നത്. അപ്പോൾ ഈ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് ഇയാളെ ആ കമ്പനി പ്രപ്പോസ് ചെയ്യുന്നതിന് മുൻപുള്ള 3 വർഷവും അതിന് മുൻപുള്ള അതായത് 3 വർഷം വരെ പോലും അതിന് മുൻപുള്ള 3 വർഷത്തിൽ അയാൾ ആ കമ്പനിയായിട്ടോ അതുപോലെ തന്നെ കമ്പനിയിലുള്ള എംപ്ലോയീസുമായിട്ടോ യാതൊരു രീതിയിലുള്ള റിലേഷൻഷിപ്പും ഉണ്ടാകരുത്. ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ അയാളോ അയാളുടെ റിലേറ്റീവ്സോ പോലും ആ കമ്പനിയിലെ ഒരു മാനേജീരിയൽ പേഴ്സൺ ആവരുത്. അതായത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കമ്പനിയായിട്ടൊരു റിലേഷനും ഈ പേഴ്സൺ ഉണ്ടാവരുത്. അപ്പോൾ കഴിഞ്ഞ 3 വർഷങ്ങൾക്കിടയിൽ അതായത് കഴിഞ്ഞ 3 ഫിനാൻഷ്യൽ ഇയേഴ്സ് അതിനിടയിൽ ഒരിക്കലും ആ ഒരു പേഴ്സണോ അവരുടെ റിലേറ്റീവ്സോ ആ കമ്പനിയിലെ കീപ് മാനേജറിയൽ പേഴ്സൺ ആയിരിക്കരുത്. അതുപോലെ അവിടുത്തെ എംപ്ലോയിയോ കമ്പനിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കരുത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഈസ് ഓർ ഹാസ് ബീൻ ആൻ എംപ്ലോയി ഓർ പ്രൊപ്രൈറ്റർ or a partner in any of the 3 financial years immediately preceding the financial year in which he is proposed to be appointed of. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഫിനാൻഷ്യൽ ഇയറിന് മുൻപുള്ള 3 ഫിനാൻഷ്യൽ ഇയറിൽ അയാൾ കമ്പനിയുടെ എംപ്ലോയിയോ പ്രൊപ്രൈറ്ററോ അല്ലെങ്കിൽ പാർട്ട്ണറോ ആയിരിക്കരുത്. അയാളോ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിട്ട് പ്രപ്പോസ് ചെയ്യുന്ന അയാളോ അല്ലെങ്കിൽ അയാളുടെ റിലേറ്റീവ്സോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? എ പോർഷൻ പറയുന്നത് എ ഫേം ഓഫ് ഓഡിറ്റേഴ്സ് ഓർ കമ്പനി സെക്രട്ടറീസ് ഇൻ പ്രാക്ടീസ് ഓർ കോസ്റ്റ് ഓഡിറ്റേഴ്സ് ഓഫ് ദ കമ്പനി ഓർ ഇറ്റ്സ് ഹോൾഡിംഗ് സബ്സിഡിയറി ഓർ അസോസിയേറ്റ് കമ്പനി. ദെൻ അപ്പോൾ എന്താണ് ഈ എംപ്ലോയി, അതായത് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആക്കാനായിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഈ ഒരു പേഴ്സൺ നമ്മളുടെ ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിന് മുൻപുള്ള 3 ഫിനാൻഷ്യൽ ഇയേഴ്സിൽ ഈ ഫേം ഓഫ് ഓഡിറ്റേഴ്സ്, ആ കമ്പനിയുടെ ഫേം ഓഫ് ഓഡിറ്റേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി ആയിട്ടോ അല്ലെങ്കിൽ കോസ്റ്റ് ഓഡിറ്റേഴ്സ് ആയിട്ടോ ആക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവിടെ എംപ്ലോയി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അവരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണോ ആകരുത്. ഓക്കെ. അത് ആ കമ്പനിയുടെയോ ആ കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയുടെയോ സബ്സിഡിയറി കമ്പനിയുടെയോ അസോസിയേറ്റ് കമ്പനിയുടെയോ റിലേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആകരുത്. അതിലൊരു എംപ്ലോയി ആവരുത്, അതുപോലെ തന്നെ ഒരു പ്രൊപ്രൈറ്റർ ആവരുത്, പാർട്ട്ണറും ആവരുത്.
Then next, any legal or consulting firm that has or had any transaction with the company, its holding subsidiary, associate company, amounting to 10% or more of the gross turnover of such firm. ആ ഫേമിൻ്റെ ടോട്ടൽ ടേൺ ഓവറിൻ്റെ 10% ഹോൾഡ് ചെയ്യുന്ന അവരെയാണ് നമ്മൾ ഹോൾഡിംഗ് കമ്പനി അല്ലെങ്കിൽ സബ്സിഡിയറി അസോസിയേറ്റ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എന്താണ് നമ്മൾ പറഞ്ഞു, എംപ്ലോയി ആകരുത്, പ്രൊപ്പറേറ്റർ ആകരുത്, അതുപോലെ തന്നെ പാർട്ട്ണറും ആകരുത്. ഇനി എനി ലീഗൽ ഓർ കൺസൾട്ടിങ് ഫേം, ആ ഫേമായിട്ട് റിലേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിനെ കൺസൾട്ട് ചെയ്യുന്ന ഒരു ഫേമായിട്ടോ റിലേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആകരുത്. ഓക്കെ, ആ കമ്പനിയുടെയോ അല്ലെങ്കിൽ അതിൻ്റെ ഹോൾഡിംഗ് കമ്പനിയുടെയോ സബ്സിഡിയറി കമ്പനിയുടെയോ റിലേറ്റ് ചെയ്യുന്ന ലീഗലായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ കൺസൾട്ടിങ് ഫേമായിട്ട് ഉള്ള ഏതെങ്കിലും ഫേമിൻ്റെയോ മെമ്പറോ പ്രൊപ്പറേറ്ററോ എംപ്ലോയിയോ ആവരുത്. ഓക്കെ, ദെൻ holds together with his relatives 2% or more of the total voting power of the company. കമ്പനിയുടെ ടോട്ടൽ വോട്ടിംഗ് പവറിൻ്റെ 2% ഹോൾഡ് ചെയ്യുന്നവരായിട്ട് പോലും ഈ ഒരു പേഴ്സൺ റിലേറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ അങ്ങനെ വോട്ടിംഗ് പവർ ഉണ്ടായിരിക്കരുത്. മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ കമ്പനിയായിട്ട് ഒരു തരത്തിലുള്ള റിലേഷനും ഉണ്ടാകരുത്. അപ്പോൾ അതിനനുസരിച്ചുള്ള കണ്ടീഷൻസ് ആണ് ഇവിടെ പറയുന്നത്, ഏതൊക്കെ രീതിയിൽ അവർ റിലേറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഈസ് എ ചീഫ് എക്സിക്യൂട്ടീവ് ഓർ ഡയറക്ടർ ബൈ whatever name called of any non-profit organization that receives 25% or more of his recipient from a company, any of his promoters, directors, or its holding subsidiary or associate company, or that holds 2% or more of the total voting right of the company. That means ആ കമ്പനിയോ അല്ലെങ്കിൽ ആ കമ്പനിയുടെ സബ്സിഡിയറി കമ്പനിയോ ഹോൾഡിംഗ് കമ്പനിയോ അസോസിയേറ്റ് കമ്പനിയോ അതിൽ നിന്നും അതിൻ്റെ 25% റിസീവ് ചെയ്യുന്ന ഏതെങ്കിലും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്, അതായത് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവോ ഡയറക്ടറോ ആകരുത്. ഓക്കെ, അതായത് നമ്മളുടെ കമ്പനി, നമ്മളുടെ മെയിൻ കമ്പനി, അതായത് ഏത് കമ്പനിയിലാണോ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ആ കമ്പനിയുടെയോ അല്ലെങ്കിൽ ആ കമ്പനിയുടെ സബ്സിഡിയറിയോ അസോസിയേറ്റ് കമ്പനിയുടെ കയ്യിൽ നിന്നും അതിൻ്റെ 25% അവർ ഏതെങ്കിലും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന് അല്ലെങ്കിൽ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ചാരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവോ ഡയറക്ടറോ ആകരുത്. ഓക്കെ, ഈ പറയുന്ന പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഈ പേഴ്സൺ. ദെൻ നെക്സ്റ്റ് പറയുന്നത് who possesses such other qualifications as may be prescribed. ചില സ്പെസിഫിക് ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്, അത് കൂടെ നമ്മൾ പറയുന്ന ക്വാളിഫിക്കേഷൻസ് കൂടെ ഫുൾഫിൽ ചെയ്തിരിക്കണം. Then, along with the above stated requirements regarding the qualifications of an independent director, there are also further norms to ensure his independence. Following are some of the norms and in this regard. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആവാനുള്ള കുറച്ച് ക്വാളിഫിക്കേഷൻസ് ആണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ്, ഒരു കമ്പനിയുടെ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതിയിൽ ഒരു കമ്പനിയായിട്ട് റിലേറ്റ് ചെയ്യരുത് എന്നുള്ള ചില ടേംസാണ് ഇത്ര നേരം നമ്മൾ പറഞ്ഞത്. ഇനി കുറച്ച് നോംസ് കൂടെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ, ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആവാനുള്ള ക്വാളിഫിക്കേഷൻസിൽ കുറച്ച് നോംസ് കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പറയുന്നത് every independent director has the first meeting of board in which he participates as a director, and thereafter at the first meeting of board in every financial year or whenever there is any change in the circumstance which may affect his status as an independent director, give a declaration that he meets the criteria of independence as stated above. Then ഇവിടെ ഫസ്റ്റ് ആ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരാൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആണ് എന്ന് സ്റ്റേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഡിക്ലറേഷൻ ഈ ഫസ്റ്റ് ബോർഡ് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിൽ കൊടുത്തിരിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് എവരി ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഷാൽ അറ്റ് ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ബോർഡിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഫസ്റ്റ് മീറ്റിങ്ങിൽ ഇൻ വിച്ച് പാർട്ടിസിപ്പേറ്റ് ആസ് എ ഡയറക്ടർ ആൻഡ് ദെയർ ആഫ്റ്റർ. ഓക്കെ, അത് കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്തും അറ്റ് ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ബോർഡ് ഇൻ എവറി ഫിനാൻഷ്യൽ ഇയർ, ഓരോ ഫിനാൻഷ്യൽ ഇയറിലെയും ഫസ്റ്റ് മീറ്റിങ്ങിൽ ഓർ വെനെവർ ദർ ഇസ് എനി ചേഞ്ച് ഇൻ സർക്കംസ്റ്റാൻസസ് വിത്ത് എഫക്ട് ഹിസ് സ്റ്റേറ്റസ് ആസ് എൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. അപ്പോൾ അയാളുടെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് അയാളിപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് തന്നെ ഇരിക്കണം എന്നില്ല, അല്ലേ? അയാൾ മറ്റുള്ള ഏതെങ്കിലും പൊസിഷനിലേക്കും ആ കമ്പനി തന്നെ മറ്റുള്ള ഏതെങ്കിലും പൊസിഷനിലും കൂടെ ആക്ട് ചെയ്യാം. ഓക്കെ, ഇൻ കേസ് ഒരു ഇയറിൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആണെങ്കിൽ മറ്റൊരു ഇയറിൽ ചിലപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആവണമെന്നില്ല. ഇൻ കേസ് അവർ അങ്ങനെ ചേഞ്ച് ചെയ്ത് അവരുടെ ഡ്യൂട്ടീസ് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ ഫിനാൻഷ്യൽ ഇയറിലും ഫസ്റ്റ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ അയാൾ ആ ഒരു ടൈമിൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ടാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്ന, അല്ലെങ്കിൽ അത് ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഞാൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിട്ടുള്ള എല്ലാ ക്വാളിഫിക്കേഷൻസും, നേരത്തെ ഇതിന് മുൻപ് നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ ക്വാളിഫിക്കേഷൻസും ഫുൾഫിൽ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കണം.
അറ്റ് എവറി ഫസ്റ്റ് മീറ്റിങ്ങിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഫസ്റ്റ് മീറ്റിങ്ങിൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിൻ്റെ എല്ലാ ക്വാളിഫിക്കേഷൻസും ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ടാകണം. Then an independent director shall not be entitled to any stock option. ആ കമ്പനിയുടെ സ്റ്റോക്ക് ഓപ്ഷൻ ഒന്നും, അതായത് ആ കമ്പനിയുടെ സ്റ്റോക്ക് ഓപ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടാകരുത്. അതായത് ആ സ്റ്റോക്ക് ഓപ്ഷൻ ഇയാൾക്ക് അല്ലെങ്കിൽ ഈ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യുന്ന ഈ പേഴ്സൺസിന് ആ കമ്പനിയുടെ സ്റ്റോക്ക് ഓപ്ഷനിൽ യാതൊരു വിധത്തിലുള്ള റൈറ്റ്സും ഇല്ല. ഓക്കെ. An independent director shall hold office for a term up to 5 consecutive years on the board of a company. അപ്പോൾ കമ്പനിയുടെ ബോർഡിൽ വരുന്ന 5 വർഷം അയാൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ഷാൽ ബി എലിജിബിൾ ഫോർ റീ അപ്പോയിൻമെൻറ്റ് ഓൺ പാസിംഗ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ബൈ ദ കമ്പനി ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് സച്ച് അപ്പോയിൻമെൻറ്റ് ഇൻ ദ ബോർഡ്സ് റിപ്പോർട്ട്. അപ്പോൾ അതുപോലെ തന്നെ 5 വർഷം അയാൾ വർക്ക് ചെയ്തു, അതിനുശേഷവും അയാളെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് റീ അപ്പോയിൻറ്റ് ചെയ്യാം. പക്ഷേ ഓൺലി ആഫ്റ്റർ കമ്പനിയുടെ മീറ്റിങ്ങിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ബോർഡിൽ പാസ്സാക്കുന്ന അല്ലെങ്കിൽ ബോർഡിൻ്റെ റിപ്പോർട്ടിൽ ഇങ്ങനെ ഒരു കാര്യം റീ അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യം ഡിസ്ക്ലോസ് ചെയ്തിട്ട് അവരെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് റീ അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ആൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഷാൽ നോട്ട് ഹോൾഡ് ഓഫീസ് ഫോർ മോർ ദാൻ 2 കോൺസിക്യൂട്ടീവ് ടേംസ്. 2 കോൺസിക്യൂട്ടീവ് ടേംസിൽ അയാൾക്ക് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യാം. പക്ഷേ അതിൽ കൂടുതൽ അയാൾക്ക് ഒരു സെയിം കമ്പനിയുടെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് സച്ച് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഷാൽ ബി എലിജിബിൾ ഫോർ അപ്പോയിൻമെൻറ്റ് ആഫ്റ്റർ എക്സ്പിരേഷൻ ഓഫ് 3 years ഓഫ് സീസിങ് ടു ബിക്കം ആൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. അപ്പോൾ 2 കോൺസിക്യൂട്ടീവ് ടേംസിൽ അയാൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ടിരുന്നു. അത് കഴിഞ്ഞ് ഒരു 3 വർഷം അയാൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ അല്ലാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ആ ഒരു പൊസിഷനിൽ നിന്ന് അയാൾ മാറി നിന്നിട്ട് ദെൻ ആഫ്റ്റർ 3 years അയാൾക്ക് 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അയാൾക്ക് വേണമെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് അതിൽ ആക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ 2 കോൺസിക്യൂട്ടീവ് ടേംസിൽ അവർ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് ആക്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 3 വർഷം ബ്രേക്ക് എടുത്തതിന് ശേഷം വീണ്ടും അയാൾക്ക് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.